ഹായ് മിസ്റ്റർ അൻവർ, താങ്കൾക്ക് ഇത് അത്യാവശ്യമായിരുന്നു. താങ്കൾ അതുപോലെയാണ് ഈ തിരഞ്ഞെടുപ്പിന് മുമ്പ് ഇടതുപക്ഷത്തോട് കാണിച്ച അന്യായം. താങ്കളെ ജീവന തുല്യം സ്നേഹിച്ച ലക്ഷോപലക്ഷം സഖാക്കളെയാണ് താങ്കൾ നിരാശനാക്കിയത്. കടന്നലുകളുടെ രാജാവെന്ന് പറഞ്ഞ് താങ്കൾക്ക് ചാർത്തി തന്ന പട്ടം ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗം പോലും അല്ലാത്ത താങ്കളെ, ഇത്രത്തോളം സ്നേഹിച്ച സഖാക്കളെ ഒരു നിമിഷം കൊണ്ട് പിണറായി വിജയൻ സ്വന്തം അപ്പനെ പോലെയാണെന്ന് പറഞ്ഞ താങ്കൾ നിമിഷ നേരം കൊണ്ട് നിലപാടുകൾ മാറ്റി സഖാക്കളെയും സർക്കാരിനെയും ഒക്കെ അധിക്ഷേപിച്ച് ലീഗുകാരുടെയും കോൺഗ്രസിന്റെയും താവളങ്ങളിൽ കൂടി ഈ സർക്കാരിനെ നശിപ്പിച്ചതിലും പരാജയപ്പെടുത്തിയതിലും താങ്കളുടെ പങ്ക് വളരെ വലുതാണ്. താങ്കൾക്ക് ഇത് കിട്ടേണ്ടത് തന്നെയാണ്. കാരണം താങ്കൾ അത് അർഹിക്കുന്നു. താങ്കൾ അതിനുശേഷം കാലുകുത്തിയ തൃണമൂൽ കോൺഗ്രസ് എന്ന പാർട്ടി ബംഗാളിൽ നിന്ന് നാമാവശേഷമായി. ഭയങ്കര ഐശ്വര്യമാണ് താങ്കൾക്ക്. താങ്കള് സ്വർണത്തിന് വേണ്ടിയിട്ട് ആഫ്രിക്കയിൽ പോയപ്പോൾ പോലും MLA കാണുന്നില്ല എന്ന് പറഞ്ഞ് പ്രതിപക്ഷം കിടന്ന് അലറി വിളിച്ചപ്പോൾ പോലും താങ്കളെ ചേർത്ത് പിടിച്ച സഹാക്കളുണ്ടായിരുന്നു. കടന്നലുകളുടെ രാജാവ്, കടന്നൽ കൂട്ടത്തിന്റെ ഉസ്താദ് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ റീൽസുകളും കാര്യങ്ങളും ഇട്ട് ഇപ്പം വെറും നായയുടെ വില പോലും ഇല്ലാതെ കേരള രാഷ്ട്രീയത്തിൽ താങ്കൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. താങ്കൾ അബ്ദുള്ള കുട്ടിയെ പോലെയും PC ജോർജിനെ പോലെയും ഇപ്പോൾ ദേവനെ പോലെയും ഇങ്ങനെ കുറെ അനവധി ആൾക്കാരുണ്ട്. അവരെ പോലെയൊക്കെ താങ്കൾ ഒരു പാർട്ടിയിലും ചേരാതെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കും. പണ്ട് ചെറിയാൻ ഫിലിപ്പ് എന്ന് പറഞ്ഞ ഒരുത്തനുണ്ടായിരുന്നു. അയാള് കോൺഗ്രസിനെ തെറി വിളിച്ച് വലിയ സംഭവങ്ങളൊക്കെ ഇവിടെ ഉണ്ടാക്കി അവസാനം കോൺഗ്രസുകാരിൽ നിന്ന് ചാടി പുറപ്പെട്ട് LDF വന്നു, കൈരളി കയറി അവിടെ ഇരുന്ന അയാള് ഇല്ലാത്ത പരിപാടിയെല്ലാം ഉണ്ടാക്കി അവസാനം കോൺഗ്രസ് അധികാരത്തിൽ വരും അല്ലെങ്കിൽ കോൺഗ്രസിൽ ചേരാമെന്ന് പറഞ്ഞ് കോൺഗ്രസിൽ പോയി ചേർന്ന ഒരു അടമനാണ് അയാൾ. ഇങ്ങനെ നിലപാടില്ലാത്ത രാഷ്ട്രീയക്കാർക്കെല്ലാം കർമ്മ എന്നുള്ളത് കേരളം തന്നിരിക്കും. ഇത് ഗോഡ്സ് ഓൺ കൺട്രിയാണ് മിസ്റ്റർ അൻവർ.